ഹായ് എവരി വൺ, വിസ്ഡം ഓഫ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ദൃഢത, ആ ബന്ധം ഒന്ന് ദൃഢമാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ടിപ്സാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. സാധാരണ എന്താണ്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിവാഹശേഷം കുറച്ച് നാളൊക്കെ ആത്മബന്ധവും സ്നേഹവും ഒക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ ഒരു യാന്ത്രികമായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നു. രാവിലെ ജോലിക്ക് പോകുന്നു, ഹൗസ് വൈഫ് ആണെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു. ഇനി ജോലിയുള്ള ആളാണ് വൈഫെങ്കിൽ അവരവരുടെ ഡ്യൂട്ടിക്ക് പോകുന്നു, ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക്, കുട്ടികളായി ഉത്തരവാദിത്തങ്ങളായി ലൈഫ് ഇങ്ങനെ യാന്ത്രികമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ചിലപ്പം എന്താ പറയുന്നത്, പലർക്കും മടുക്കും, ജീവിതം ഒന്നും മടുക്കും. ചിലപ്പോൾ സ്ത്രീക്കായാലും പുരുഷനായാലും ഒന്നും മടുക്കുമ്പോഴാണ് പല വിവാഹേതര ബന്ധങ്ങളിലേക്ക്, കാരണം ഇവിടെ കിട്ടുന്നില്ലാത്തത് വേറെ എവിടെയോ കിട്ടുമെന്ന് തിരഞ്ഞു പോകുന്നൊരവസ്ഥ ഒക്കെ പോകാറുണ്ട്. പക്ഷെ നമ്മളിത് അതല്ല നോക്കുന്നത്. നമുക്കെങ്ങനെ നമ്മുടെ വീട്ടിൽ ആ ഒരു സ്നേഹബന്ധം, ആ ആത്മബന്ധം തിരികെ കൊണ്ടുവരാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ അനുഭവത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു യാന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെ തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ, അതായത് പുരുഷന്മാർക്ക് എപ്പോഴും ഇഷ്ടം ഒരു അപ്രീസിയേഷൻ, അവരെ ഒന്ന് പുകഴ്ത്തി പറയുക, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെയാണ് അവർക്കിഷ്ടം. പക്ഷെ സ്ത്രീകൾക്ക് എന്താ ഇഷ്ടം? അവർക്കൊന്ന് കെയർ ചെയ്യുക, അവർക്കൊന്ന് സ്നേഹം പ്രകടിപ്പിക്കുക, ഒരു കൊഞ്ചൽ ലാളനയൊക്കെ സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ രണ്ട് കൂട്ടർക്കും പരസ്പരം ഇത് കിട്ടുന്നുമില്ല അല്ലേ? ഒരു പരുവം കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും ഇത് കിട്ടുന്നില്ല. ആദ്യമൊക്കെ വല്ലതും കിട്ടിയില്ലേ അങ്ങനെയുള്ളൂ ഈ ഒരവസ്ഥ. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ പലർക്കും പറ്റുന്നുണ്ടായിരിക്കും. അപ്പോഴാണ് ഈ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്ത് നോക്കും. ഒരു സിമ്പിൾ ടിപ്സാണേ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ നമ്മളിത് നമ്മുടെ ഹസ്ബൻഡ് ചിലപ്പോൾ ഒരു പരുക്കനായിരിക്കും, എങ്കിലും നിങ്ങളിത് ചെയ്യണം കേട്ടോ. നമ്മൾ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം? ഹസ്ബൻഡിനോട്, ഉറക്കം എണീറ്റ് വരുന്ന ഹസ്ബൻഡിനോട് പറയണം, എനിക്ക് ഇതുവരെ ചെയ്തു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ആരോടാ? നിങ്ങളോട്, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനോട്. ആരോടാന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് നന്ദികളോടാണ് ഒരുപാട് നന്ദി പറയുന്നത്. ഇത്ര നാളും എനിക്ക് ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയതിന്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിനും എല്ലാം താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കണം. അപ്പം നമ്മൾ താങ്ക്സ്, അദ്ദേഹം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്, എല്ലാ ഉപകാരങ്ങളും നമ്മൾ കാണണം. നമ്മൾ അദ്ദേഹത്തിന് താങ്ക്സ് പറയണം. എന്നും രാവിലെ നമ്മൾ അദ്ദേഹത്തിന് താങ്ക്സ് പറയണം. എന്നും താങ്ക് യു സോ മച്ച്, ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് നിമിഷം വരെ എനിക്കും എൻ്റെ കുഞ്ഞിനും കുടുംബത്തിനും വേണ്ടിയിട്ട് എൻ്റെ ചേട്ടൻ കഷ്ടപ്പെടുന്ന ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങൾക്കും താങ്ക് യു സോ മച്ച്. ഞാനാണ് ചിക്കോന്ന് വെച്ചാൽ ഇക്ക, അച്ചായൻ എന്ന് പറഞ്ഞ അച്ചായൻ, ആരെന്ന് വെച്ചാൽ ഏത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. അദ്ദേഹത്തിന് ഒരു താങ്ക് യു സോ മച്ച്, ഇത് നന്ദി പറയുക. അതേ കണക്ക് തന്നെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുക. അതേപോലെ തന്നെ തിരിച്ച് ഹസ്ബൻഡിനും ഇതേ കണക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെടുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ടായാലും, ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും അവരുടെ ജോലി എത്ര ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, അതെല്ലാം കൃത്യമായി ചെയ്ത് ഈ വീട് നന്നായിട്ട് നോക്കുന്നതിന്, ജോലിയുള്ള ഒരു വൈഫാണെങ്കിൽ അവർ പുറത്ത് പോയി ജോലിയും ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിനെല്ലാം അവർ അത്രയും എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വൈഫിനോടും അതേ കണക്കൊരു താങ്ക് യു സോ മച്ച്. നീ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നതിനും എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പൊന്നുപോലെ നോക്കുന്നതിനും നിനക്കൊരു താങ്ക് യു സോ മച്ച് തിരിച്ച് പറയാട്ടോ. ഇതിപ്പോൾ ആരാ, ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും ആര് കണ്ടാലും നെറ്റിക്കൊരു ഉമ്മ അതും കൊടുത്തിരിക്കണം. നമ്മുടെ കുട്ടികൾക്കും കൊടുക്കണം. നമ്മുടെ ഫാമിലി ഒരു സ്വർഗമായി മാറാൻ വേണ്ടി നമ്മളിങ്ങനെയുള്ള ചെറിയ സിമ്പിൾ ടെക്നിക്സുകൾ യൂസ് ചെയ്യണം. അതുപോലെ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഈ സിമ്പിളാണെന്ന് തോന്നും. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചമ്മൽ തോന്നും, അവർ ആക്സെപ്റ്റ് ചെയ്യത്തില്ല, ഇതെന്താണ് നിനക്ക് വട്ടായി പോയോന്ന് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. പക്ഷേ ഇത് ചെയ്തിരിക്കണം. അവരുടെ ഭാഗത്ത് ഇത്ര മോശം റിയാക്ഷൻ വന്നാൽ ഒരാഴ്ച ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതുമായിട്ടങ്ങ് സ്യൂട്ടാവും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആരാണെങ്കിലും
അവരുമായിട്ടങ്ങ് സ്യൂട്ടാവുക. അത് പിന്നെ അവരത് പ്രതീക്ഷിക്കാൻ തുടങ്ങും. പക്ഷെ അപ്പം അവർക്ക് നമ്മളോട് തോന്നുന്നൊരു ആത്മബന്ധമുണ്ട്. അപ്പം ആ ആത്മബന്ധം അവിടെ ദൃഢമാവുകയാണ് ചെയ്തത്. പിന്നെ അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ വൈഫ് അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡ് ഈ ഒരു ചിന്ത അവരുടെ മനസ്സിൽ നിന്ന് മായത്തില്ല. ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർ പോകത്തില്ല. അവർക്ക് ആ കുടുംബത്തിനോട്, ഭാര്യയോട്, ആ ഭർത്താവിനോട്, മക്കളോട് ഒരുപാട് സ്നേഹം, സന്തോഷം, സമാധാനം ആ കുടുംബത്തിലേക്ക് വരുമ്പം ഞാൻ ചെയ്യുന്നതിൻ്റെ അംഗീകാരം കിട്ടുന്നുണ്ടല്ലോ എന്ന് ഹസ്ബൻഡിന് തോന്നും. ഞാൻ ചെയ്യുന്നതിന് അംഗീകാരം കിട്ടുന്നതിന് വൈഫിന് തോന്നും. ഇനി ഹസ്ബൻഡ് എത്ര മുരടനായിക്കോട്ടെ, എന്തായാലും നമ്മുടെ ഹസ്ബൻഡല്ലേ, അദ്ദേഹം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ. മോശം കാര്യങ്ങളൊക്കെ ഒരുപാട് കാണും, പക്ഷേ നല്ല കാര്യങ്ങളെ കണ്ട് അവർക്കൊരു താങ്ക്സ് പറയുക. അതേ കണക്ക് ഒരു വൈഫിനോടും, വൈഫ് എങ്ങനെയുള്ള ആളാണെങ്കിലും ആ ഒരു താങ്ക്സ് അത്രയൊക്കെ ഉള്ളൂ. സ്ത്രീയായാലും പുരുഷനായാലും നമ്മൾ അത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഒരു സ്വർഗ്ഗമാകുകയാണ്. ഈ ഒരു ചെറിയ കാര്യത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം ആവശ്യമുള്ളവരിലേക്ക് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.